ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പ്ലം കേക്കാണ്. അതും മുട്ടയൊന്നും ചേർക്കാത്ത ഒരു പ്ലം കേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് വെൽക്കം ടു ടിംഗിൾസ്. അപ്പോൾ ഈ ഒരു എഗ്ലെസ് പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഓരോന്നും 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ്, ബ്ലാക്ക് റേസിൻസ്, ഗോൾഡൻ കളറിലുള്ള റേസിൻസ്, പിന്നെ ചെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, അത് റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിനായിട്ട് 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ നമ്മൾ ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും കൂടെ ഇടുന്നുണ്ട്. അത് നമുക്ക് സോക്ക് ചെയ്യേണ്ട കാര്യമില്ല, മിക്സ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാൻ എന്തായാലും ഒരു 4 മണിക്കൂറാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കേക്കിന് ആവശ്യമായ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഏലക്ക, കറുവപ്പട്ട 2 ചെറിയ പീസ്, പിന്നെ വളരെ ചെറിയൊരു പീസ് ജാതിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു 5 എണ്ണം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്കയുടെ ആ ഒരു കുരു മാത്രമേ ഇടുന്നുള്ളൂ, അതിൻ്റെ സ്കിന്നങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇതിൽ തന്നെ ഇരിക്കട്ടെ, നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്ന് കൂടെ റെഡിയാക്കി എടുക്കാം. 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്കിന് ആവശ്യമായ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു പാനിൽ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമ വേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണിത്. കരിഞ്ഞു പോകാനും പാടില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. ഇപ്പോൾ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതിയെ ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇതിനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോ ആണ് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഓക്കെ, ഇതിപ്പോൾ കുറച്ചുകൂടെ കളറൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കാരമൽ സിറപ്പിൻ്റെ കളറായിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടാവുക. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിക്കാം. നല്ല ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് മാറി നിന്ന് സൂക്ഷിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, കയ്യിലൊന്നും വീഴാതെ നോക്കണേ. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഷുഗർ വീണ്ടും ഒന്ന് ക്രിസ്റ്റൽസ് ആകുന്നത് പോലെ വരും. അത് സാരമില്ല, അത് മെൽറ്റായിക്കോളും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി കൂടെ ചേർക്കണേ. ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതിയാവും. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ എടുക്കുമ്പോൾ തൊലിയുടെ അകത്തുള്ള ആ ഒരു വൈറ്റ് പാർട്ട് വരാതെയാണ് എടുക്കേണ്ടത്. അത് ഒരു കയ്പുള്ള ഭാഗമാണ്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് സെസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ അതിൽ കൂടെ ചേർത്താൽ മതി. ഇതുപോലെ ഷുഗർ സിറപ്പിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഫ്രഷ് ഓറഞ്ച് സെസ്റ്റ് ആയതുകൊണ്ടാണ് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടത്. അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് ഓറഞ്ച് സെസ്റ്റ് ഇതിലിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഇത്ര ഒരു ഫ്രഷ് ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ കഴിയുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണേ.
ഇനി ഈ ഒരു സിറപ്പ് ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇനി 1.5 കപ്പ് മൈദയും 1/4 കപ്പ് പാൽപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്താലും മതിയാവും. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമായിട്ട് സ്പൈസസ് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലും ഇതിലേക്ക് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 ബാച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഓറഞ്ച് സെസ്റ്റ് കൂടെ ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് അത്രയും ചേർത്തിട്ട് ബൗളിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് മാറ്റി വയ്ക്കുകയാണേ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഇനിയിപ്പോൾ വിസ്ക് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല തിക്കായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യണേ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാം കൂടെ ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ ജാം അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്താലും മതി, ഇത് ഓപ്ഷണലാണ്. ബാറ്റർ വല്ലാതങ്ങ് തിക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്യാൻ വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കുന്നത്. അതിനായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ചുവട് കെട്ടിയുള്ള ഒരു പാത്രം 10 മിനിറ്റായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് നട്ട്സും ചെറീസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അകത്തൊരു റിംഗ് കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 50 മുതൽ 1 മണിക്കൂർ വരെ സമയമെടുത്താണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്, സ്പൈസസിൻ്റെയൊക്കെ മണമാണ്. ഇത് കേക്ക് ബേക്കായി വരുമ്പോൾ തന്നെ സ്പൈസസിൻ്റെയൊക്കെ നല്ല മണം പുറത്തേക്ക് വരും. കേക്ക് നന്നായി തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത ആ ഒരു ബൗളിൽ ബാക്കിയുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസാണിത്. ഇത് നമുക്ക് കേക്കിൻ്റെ പുറത്തായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിന് നല്ലൊരു ഷൈനിങ് കിട്ടും.
അതുപോലെ കേക്കിൻ്റെ ടോപ്പെല്ലാം നല്ല മോയ്സ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് നമ്മളിത് നെക്സ്റ്റ് ഡേ ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോൾ ഏത് കേക്കായാലും അടുത്ത ദിവസമൊക്കെയാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുത്ത ദിവസമാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. നല്ല മണമുണ്ട്. അതുപോലെ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല, പിന്നെ ബീറ്ററും അവനും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി കൂടെയാണ്. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.